മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? രോഹിണിയുടെ കാര്യത്തിൽ മോൾക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെ തന്നെയാ. കാരണം സത്യം എന്താണെന്ന് അറിയാനും പറയാനും പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ വിനയം കിടക്കുന്നത്. സത്യത്തിൽ ഇത്രയും പെട്ടെന്ന് രോഹിണി ഗർഭിണിയാവുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? കല്യാണം കഴിഞ്ഞ് 1 മാസമെങ്കിലും കഴിയാതെ എന്തൊരു നാണക്കേട്. ഏട്ടനും അവളും തമ്മിൽ മുമ്പേ ബന്ധമുള്ളതല്ലേ. നമ്മളിപ്പോഴേ സത്യം അറിഞ്ഞുള്ളൂന്ന് മാത്രം. വിസ്മയ അതാ മുമ്പ് പറഞ്ഞതും. അവിടെയാണ് പ്രശ്നം. വിസ്മയും വിനയനും ഒക്കെ ഇപ്പൊ വന്നതല്ലേ. പക്ഷെ ആ അലക്സ് മുതലാളി ഉണ്ടല്ലോ, അയാൾ 1.5 കൊല്ലം മുമ്പേ അവളെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നാക്കിയതാ. സത്യം പറഞ്ഞാൽ അവളെ ആ അലക്സിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിരിച്ചവക്കും അതെ. ഇനി അവനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. നിങ്ങൾ വെറുതെ. അങ്ങനെ ആകാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. ഞങ്ങൾക്ക് ഈ കഥകളൊക്കെ അറിയാവുന്ന അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് ഞങ്ങളോട് ഇത്ര ദേഷ്യം. എന്ത് ചെയ്യാം, ഈ അമ്മായി നേരെ വാ നേരെ പോയെന്ന സ്വഭാവക്കാരിയായി പോയില്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും വിമലമോൾ ഒരാൾ മാത്രമാ ഈ കുടുംബത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നെ വിട്ടേക്കേ. ഭഗവാനെ, നീ തന്നെ തോണ. കൊള്ളാടി, സൂപ്പർ. സംഗതി ഏറ്റവും തോന്നണേ. ഇനി അതങ്ങനെ കിടന്നങ്ങ് പോഞ്ഞോളും. ഇതാണ് നിനക്ക് തരാൻ അലക്സ് മുതലാളി എന്നെ ഏൽപ്പിച്ച സമ്മാനം. ഈ സമ്മാനം തന്ന കൊച്ചിന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.